ഓക്കെ, ഹലോ എവരി വൺ. നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ അത് പലരുടെയും പേര് സ്വപ്നമാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാതെ ഓരോ മൊഡ്യൂളിനും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചേ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ബേസിക് ഐഡിയ. നമ്മൾ മാത്സ് എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ തന്നെ ഒരു 90% വരുന്ന പേടിയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല നിങ്ങളുടെ കപ്പാസിറ്റി എന്തുമാത്രമാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ഇൻട്രസ്റ്റ് ആണെന്ന്. അതുകൊണ്ട് ഞാൻ അത്ര ഡെപ്തിലേക്കൊന്ന് പോയി പഠിപ്പില്ല. മോറോവർ എക്സാം ഓറിയൻറ്റഡ് നമുക്കൊന്ന് ഓട്ടിച്ച് പറയാനേ പറ്റത്തുള്ളൂ. ആർക്കും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡെപ്തിലേക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. ബേസിക് ഐഡിയാസ് മാത്രം. അപ്പോൾ നമ്മുടെ സിലബസ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നോക്കി പോകുന്നുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ച് സിലബസ് പറയുന്നത് നമ്പർ സെൻസ് എന്നാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതാണ്ട് ഒരു 99% പഴയ ബിസിനസ് മാത്തമാറ്റിക്സ് തന്നെയാണ് ഈ ബിസിനസ് മാത്തമാറ്റിക്സ്. അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ 2018 സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്, ബിസിനസ് മാത്തമാറ്റിക്സ് ഉണ്ട്. ഇതേ സംഭവങ്ങൾ തന്നെ ഏതാണ്ട് ഒരു 90% ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അവിടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ത് തന്നെയാണ്, നമ്പർ സയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാനുള്ള ഈ നമ്പർ സയൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസിക്കലി. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് പറയുന്നത് AP ആൻഡ് GPനെ കുറിച്ചാണ്. AP ആൻഡ് GP കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് തന്നെ ഫ്രാക്ഷനാണ് കൊടുക്കുന്നത്. ഏറ്റവും ബേസിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം AP ആൻഡ് GP എന്ന് പറയുന്നത് അറിയണം. എവിടെയാണ് നമ്മുടെ PSC പരീക്ഷ പോലുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. PSC പരീക്ഷ എന്ന റാങ്കിൽ നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ജസ്റ്റ് ഒന്ന് അത് നോക്കാം. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ഗിവൺ ടു ഫ്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്ന പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ പകുതി എന്ന് പറയുന്നതിന് നമ്മൾ ഫ്രാക്ഷനായിട്ട് എന്ത് പറയും, 1/2 എന്ന് പറയും. ഈ പറയുന്നതിന് രണ്ട് പാർട്ടുണ്ട്, അപ്പർ പാർട്ടും ലോവർ പാർട്ടും. അപ്പർ പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ന്യൂമറേറ്റർ എന്ന് വിളിക്കും. ലോവർ പാർട്ടിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ കാണിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താ, അതായത് എൻ്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്ന എന്തോ ഒരു സാധനത്തിനെ കുറിച്ചാണ്, ആ സാധനത്തിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ അതിലെ ഒരു ഭാഗം. ഓക്കെ, അതാണ് 1/2 എന്ന് പറയുന്നത്. ഇനി 1/2ന് പകരം ഞാൻ 3/4 എന്ന് പറയുകയാണെങ്കിലോ അർത്ഥം വേണ്ടത് തന്നെയാണ്. എൻ്റെ കയ്യിലും എൻ്റെ മുമ്പ് എന്തോ ഒരു സാധനത്തിനെ ഞാൻ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു, അതിലെ 3 ഭാഗങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ക്ലാസ്സിൽ ഒരു പരിപാടി നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, പരിപാടിയുടെ 3/4 പൈസയും നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ കണ്ടെത്തേണ്ട പൈസേനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വീതിക്കുമ്പോൾ അതിലെ 3 ഭാഗവും നമ്മൾ തന്നെ കണ്ടെത്തണം. ബാക്കിയുള്ള ഒരു ഭാഗം ആര് തരണം, ആരെങ്കിലും തരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്, വെറും ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, 4ലെ ഒരു ഭാഗം. ഇതാണ് ആ ഫ്രാക്ഷൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്രാക്ഷനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ സിലബസ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫ്രാക്ഷൻ, ഡെസിമൽ, മിക്സഡ് നമ്പർ, ഇവ തമ്മിലുള്ള ഒരു ബന്ധം അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെ ഓർഡർ ചെയ്യാനും പിന്നെ എന്താ പറയുക, കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ആദ്യം ആ കൺവേർഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം വിചാരിക്കുന്നു. അപ്പോൾ 1/2 എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇതിനെ നമുക്കറിയാം, നമ്മളിതിനെ 0.5 എന്ന് പറയും അല്ലേ. അതാണ് ഡെസിമൽ ആക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ 1/2നെ 0.5ലേക്ക് വന്നത്? ഈ 1/2 എന്ന് വെച്ചാൽ എന്താ, 1/2 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രൊസീജിയറാണ്. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 0 ഇടുന്നു, ഇവിടെ ഒരു കൊത്ത് കൊടുക്കുന്നു. ഓക്കെ, ചെറിയ ഇതായിട്ട് കൊത്ത് കാണാൻ പറ്റത്തില്ല. കുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്വതന്ത്രമായിട്ടൊരു 0 കൂടി ഇടാം. ഇനി 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, 10/0. ഡിവിഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേപോലെ ഈ ഫ്രാക്ഷനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് കാൽക്കുലേറ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. വലിയ കഥയൊന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ചോദ്യം വരാം, നിങ്ങൾ സിലബസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ കൈ വഴി പോകാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ കൊല്ലുപോലെ കയറിപ്പോവാം. ഓക്കെ, ഇതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ
മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ ഇപ്പോൾ അര എന്ന് പറഞ്ഞതുപോലെ 4 എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഇതിനെ ഒരൊറ്റ ഫ്രാക്ഷനായിട്ട് പറയാൻ പറ്റും എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, സാധാരണ നമ്മൾ കാണുന്നത് ഇപ്പോൾ 1/2 എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അർത്ഥം ഉണ്ടല്ലേ. ഇപ്പോൾ 2 എണ്ണം ഉള്ളതിൽ 1 എണ്ണം എന്നതാണ് 1/2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതല്ലാത്ത രീതിയിൽ ഇതിനെന്താക്കി വരും, ഒരു ഫ്രാക്ഷനായിട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ 4 1/2 എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ ഫ്രാക്ഷനാക്കി മാറ്റുന്നെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അതിനുള്ള കഥ അതിൻ്റെ ഈ പറഞ്ഞാൽ തന്നെ ഉണ്ട്, അർത്ഥമില്ലാതെയാണ്. 4 1/2 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 2 × 4 + 1 ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 × 4 8, 8 + 1 9, 9/2 എന്നായിരിക്കും എന്തിൻ്റെ ആൻസർ. ഈ 4 1/2 നമ്മളൊരു ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ വരുന്നത്. 4 4 1/2 എന്ന് വെച്ചാൽ 4.5, 9/2 9ൻ്റെ പകുതി എത്രയാണ്, 4.5. ഇവിടെ ഈ ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞു 1/2 എന്ന് പറഞ്ഞാൽ എന്താ, 2 എണ്ണം ഉണ്ട്, അതിൽ ഒരു ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ നോക്കി 2 എണ്ണം ഉണ്ട്, അതിൽ 9 ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നായിപ്പോകും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കണക്കിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രാക്ഷൻ ചെയ്തുകയും ഇതിനെ എന്തെന്നും വിളിക്കുന്നത്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നും വിളിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ എനിക്കറിയത്തില്ല, ഈ PGP ആദ്യമായിട്ടാണല്ലോ ബിസിനസ് മാത്തമാറ്റിക്സ് വരുന്നത്. അവർ സിലബസ് തന്നിട്ടുണ്ട്. നമ്മളെ പഴയ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൻ്റെ ഇതായിരുന്നപ്പോൾ 4 ഇയർ യുജിക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കിപ്പ് ചെയ്ത് വെറുതെ പോകണ്ട, കുഞ്ഞു കാര്യമല്ലേ. ഓക്കെ, ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, ഒന്ന് നോക്കാം. പിന്നെ ഫ്രാക്ഷനെ കുറിച്ച് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് ഇതിനെ ഓർഡറിലാക്കാനോ ഇതിൽ പിന്നെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കിക്കോ, 16/21, 7/9, 12/17, 6/11 ഇങ്ങനെ കുറേ ഫ്രാക്ഷൻസ് തരാം. തന്നിട്ട് 2 തരത്തിൽ ചോദ്യങ്ങൾ വരാം. ഒന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ഇതിലെ ലാർജസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതിനെ ഓർഡറിലാക്കാൻ ചോദിക്കാം. ഏതായിരുന്നാലും നമുക്കെന്താണ്, ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെല്ലാം ഡെസിമലുകളാക്കി മാറ്റുക. ഒന്നുമില്ല, കാൽക്കുലേറ്റർ എടുക്കുക. ഇപ്പോൾ 16 / 21, 7 / 9, 12 / 17, 6 / 11 എന്ന് എന്ത് ചെയ്യുക, ഇതിനെ ഡെസിമലുകളാക്കി മാറ്റുക. ഡെസിമലാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഞാൻ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 16 / 21 കാൽക്കുലേറ്റർ നോക്കുമ്പോൾ 0.76 എന്നായി മാറും. 7/9 കാൽക്കുലേറ്റർ നോക്കുമ്പോൾ 0.77 ആയി മാറും. പിന്നെ 12/17 0.7 എന്നാവും. 6/11 0.55 എന്നാവും. ഇനി ഇതിൽ വലുതേതാ ചെറുതേതാന്ന ചോദ്യത്തിൽ നമുക്ക് വലിയ കൺഫ്യൂഷനില്ല. 0.7 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ലോസ്റ്റ് 0.55, അത് കഴിഞ്ഞാൽ 7 അതിൻ്റെ മുകളിൽ 7 അതിന് ശേഷം 7 അല്ലേ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തില്ല, വലിയ കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പോൾ ചോദ്യം ഇപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതെന്ന് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് ഫ്രാക്ഷൻ അല്ല, ലാർജസ്റ്റ് ഡെസിമലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഇതിലെ ലാർജസ്റ്റ് നമ്പർ 0.77 ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഇപ്പോൾ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 7/9 ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ചോദിക്കാവുന്നത്, പറഞ്ഞിട്ടില്ല സിലബസിൽ, പക്ഷേ ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ഓപ്പറേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ 1/2 × 3/4 എത്ര എന്ന് ചോദിക്കാം. ഓക്കെ, എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഈ നമ്പർ ന്യൂമറേറ്ററുകൾ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 3/8. ഇനി ഇതിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിലോ ക്രോസ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരൊറ്റ വീഡിയോക്കകത്ത് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുഞ്ഞിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും പൊടി തപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടിച്ച് പറഞ്ഞു പോകണം കേട്ടോ. ഇങ്ങനെ തമ്മിൽ നോക്കുക. ഇപ്പം ഇവിടെ 2/3 2/4 ആയിരുന്നെങ്കിൽ 2നെ വെട്ടി 4നെ വെട്ടി, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, എന്ത് ചെയ്താൽ മതി, ഇതിനെ പിന്നെ കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇനി അഡിഷൻ വരുമ്പോൾ ഒരു കഥയൊന്ന് മാറും. അതായത് 1/2 + 3/4 ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യണം, ഈ 2 ഡിനോമിനേറ്ററുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. അതെ,
രണ്ടും നമുക്ക് ഏതാണ്ട് ഒരേ ട്രാക്കിൽ വരുന്ന ആൾക്കാരെ 2, 4 എന്ന് പറഞ്ഞല്ലേ, അത് നമുക്ക് ഇവരെ എന്താക്കി മാറ്റാം, ഈ 1/2 നമുക്ക് 4 കൺവേർട്ട് ചെയ്യാം. 4 കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, 2/4 എന്നായി മാറും അല്ലേ. ഓക്കെ, 2/4 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, ഒന്ന് തന്നെയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും, ഇത് 5/4 എന്ന് വരും. ഇനി അഥവാ ഇത് 2 നമ്പറും തമ്മിൽ ഇതേപോലെ ഒരു കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസറിൻ്റെ ഡിനോമിനേറ്ററായിട്ട് ആ നമ്പർ എടുക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ കേസിൽ എടുക്കരുത്, ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഡിനോമിനേറ്റർ വരുമ്പോൾ. കൺഫ്യൂസിങ് ആവുന്നുണ്ടോ, എനിക്ക് ചെറിയ സംശയമുണ്ട്. ഞാൻ ബേസിക് കാര്യങ്ങൾ ഇങ്ങനെ ഓട്ടിച്ച് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഫ്രാക്ഷനെ പറ്റിയൊക്കെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ളത്. ഏറ്റവും വലിയ കഥ ഈ സാധനമാണ് കേട്ടോ. എന്താണ് ഈ ലാർജസ്റ്റ് നമ്പർ ആക്കുക അല്ലെങ്കിൽ ഓർഡറിലാക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് സീരിയസ് ആയിട്ട് തന്നെ നോക്കുക. ഇപ്പോൾ വേറൊന്നുമില്ല, ഈ ഡിനോമിനേറ്ററിന് ഈ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്ത് ഡെസിമലിലേക്ക് മാറ്റുക, ഡെസിമലുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക, ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന്, അല്ലെങ്കിൽ ഏതിൽ നിന്ന് ഏതിലേക്കാണ് എഴുതാനുള്ളത് നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. APGP ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടാക്കുന്നില്ല, അത് കുത്തിയിരുന്ന് പഠിക്കാനുള്ള ഒരു എത്ര പേർക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഐ നോ മൈ സ്റ്റുഡൻസ്, അതുകൊണ്ടാണ്. ഇല്ല, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തു തരാം, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. തൽക്കാലം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഒന്ന് അതിൻ്റെ ഇത് മാത്സിൻ്റെ തുടക്കമല്ല, അങ്ങോട്ടങ്ങോട്ട് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോഴേ ബോറാക്കണ്ട. പെർസെൻറ്റേജുകളാണ്. ഓക്കെ, പെർസെൻറ്റേജിൻ്റെ ഇതും പലർക്കും അറിയത്തില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മിനിമം ഇത് മറ്റേ കണക്ക് അറിയാമെന്നുള്ളവനാണോ കണക്ക് അങ്ങോട്ട് പഠിക്കുന്നവനാണോ എന്നതൊക്കെ ഉപരി മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു പോകുന്നു. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയും, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പം എൻ്റെ കയ്യിലുള്ളതിൻ്റെ 50% പിന്നെ കടം വാങ്ങിയ പൈസയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിചാരിക്കേണ്ട പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് മെട്രോ വരാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ, ട്രിവാൻഡ്രത്ത് മെട്രോ വരാൻ പോകുന്നതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ 60% കടമാണെന്നാണ് നമ്മുടെ മെട്രോയുടെ പിന്നെ ഡയറക്ടറായ ലോകനാഥ് ബെഹ്റ പുള്ളിക്കാരി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയൊരു വാക്കാണ് 60% എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ ഫ്രാക്ഷനിൽ പറഞ്ഞ അതേ കഥയാണ്. മെട്രോയിന് വേണ്ടി സർക്കാർ ചിലവാക്കാൻ പോകുന്ന പൈസ അതിനെ 100 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അതിലെ 60 ഭാഗങ്ങൾ, അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 60% എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസെൻറ്റ് വാക്കിൻ്റെ അർത്ഥം ഡിവൈഡഡ് ബൈ 100. 60% എന്ന് വെച്ചാൽ 60 ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ഇനി ഇതിനെ ഡെസിമലാക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു പെർസെൻറ്റേജ് ഡെസിമലാക്കി മാറ്റുന്ന പരിപാടി. അതായത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, 60% എന്ന് പറയുന്നതിനെ ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും, 60 ഡിവൈഡഡ് ബൈ 100. ഇതിനെ ഡെസിമലാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ എടുക്കുക, 60നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അറിയാമെന്നുള്ളവരെന്ത് ചെയ്യും, ആദ്യം 2 0 വെട്ടിപ്പോയി, ഇനി 0 വെട്ടാൻ പറ്റത്തില്ല, 6നെ അങ്ങനെ എടുത്ത് എഴുതുക. താഴെ ഡിനോമിനേറ്ററിൽ 1 0 കിടപ്പുണ്ട്, അപ്പോൾ നമ്മൾ എഴുതിയ നമ്പറിൻ്റെ ഒരു സൈഡ് മാറി. ഓക്കെ, നമ്മൾ വെറുതെ 6 എന്ന് എഴുതിയാൽ അതിന് അർത്ഥം എന്താ, 6.0 എന്നല്ലേ, 6.0 എന്നല്ലേ അതിന് അർത്ഥം. നമ്മൾ എന്ത് ചെയ്തു, ഈ ഡെസിമൽ പോയിൻറ്റ് താഴെ 1 0 ഉള്ളതുകൊണ്ട്, താഴെ കിടക്കുന്ന 0 എത്രയാണ്, 1 ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന ഡെസിമൽ പോയിൻറ്റിനെ ഇങ്ങോട്ട് എടുത്തിരുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പെർസെൻറ്റേജിനെ ഡെസിമലാക്കുന്ന പരിപാടി. ഈ ഒരു കൺവേർഷനൊക്കെ ചോദിക്കാം, സിമ്പിൾ സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞു പോകുന്നു, അറിയാമെന്ന് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ എന്ത് തന്നെയായിരിക്കും, 100 ആയിരിക്കും. 100% മുകളിൽ എന്ത് ചെയ്യത്തില്ല, അതല്ല പറയും, എന്നാലും ബേസിക്കലി 100% ആയിരിക്കും പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജിനെ ഡെസിമലാക്കി എഴുതുമ്പോൾ 0.60 എഴുതിയാൽ ബാക്കി എത്രയുണ്ട്, 0.4 കൂടെ കാണും. ടോട്ടൽ എന്ന് പറയുന്നത് 1.00 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുക, അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കൺവേർഷൻ, കമ്പാരിസൺ, ഡെസിമൽ ആ പരിപാടികളൊക്കെയാണ് മാക്സിമം കണ്ടിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് ഞാൻ പരിപാടി അവസാനിപ്പിക്കുന്നു. അത് വേറൊരു കോൺസെപ്റ്റ് കൂടിയാണ്. അതായത് ഇപ്പോൾ 100 ഡിവൈഡഡ് ബൈ 3, എൻ്റെ ആൻസർ എത്രയാണ്? പലർക്കും അറിയാം, 33.3333 എന്ന് പറഞ്ഞിട്ട് എന്ത് ഈ 3 കണ്ടിന്യൂ ചെയ്ത് പോകും. കാര്യം എന്തുകൊണ്ടാണ്, അങ്ങനെ ഒരു കൃത്യം എൻഡിങ് അതിന് പറയാൻ പറ്റത്തില്ല, ശാസ്ത്രം. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് ചുരുക്കി നമ്മളെങ്ങനെ പറയാറുണ്ട്, 33.33 ഡാഷ് ഇടാറുണ്ട് ചിലർ, വേറെ ചിലർ അതിനെ അപ്രോക്സിമേറ്റ് ആക്കി 33.33
3.4 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് റെക്കറിങ് ഡെസിമൽ എന്ന് പറയുന്നത്. നമ്മുടെ ഡെസിമൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വെക്കേണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡെസിമൽ തന്നിട്ട് അതിനെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നേക്കുന്ന ഡെസിമൽ എന്ന് പറയുന്നത് 2.36 എന്ന് പറയുന്ന ഈ ഡെസിമലിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാം. അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആദ്യം 2.36 അല്ല 2.36666 ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ തരുന്നത്. അല്ല 3 വേണ്ട, 2.666 എന്നാണ് നമ്പർ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നമ്പർ 2.666 എന്നാണ്. നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഈ 6 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ റെക്കർ ചെയ്ത് വെക്കേണ്ടിയിരിക്കുകയാണ്. ഇതിനെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ആദ്യം 2 + 6/9 എന്ന് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിൻറ്റിന് ശേഷം, ഡെസിമൽ പോയിൻറ്റിന് ശേഷം വരുന്നത് ഒരേ നമ്പറാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ആ നമ്പർ, ആ സിംഗിൾ നമ്പർ /9 എന്ന് എഴുതാൻ പറ്റും. കാര്യം എന്തുകൊണ്ടാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഏതൊരു സിംഗിൾ നമ്പർ 1 തൊട്ട് 9 വരെയുള്ള ഏതൊരു സിംഗിൾ നമ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ, പിന്നെ /9 കൊടുത്താൽ 9 തെറ്റൂല, 9 ഒഴികെയുള്ള നമ്പർ 1 തൊട്ട് 8 വരെയുള്ള /9 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ നമ്പറിൻ്റെ ഇങ്ങനെ റെക്കറിങ് ഡെസിമൽ 0.6 ആണെങ്കിൽ 666, 7 ആണെങ്കിൽ 77 അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന നമ്പറിനെ എന്താക്കണം, ആദ്യം ഇപ്പം 2.6 പകരം 2.36 ആയിരുന്നെങ്കിൽ ആ 3നെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം, × 10 ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യുക, 0.666 എന്നാക്കാം. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതാണ്, നമ്മൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കണം, ഇങ്ങനെ റെക്കറിങ് ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഈ പറഞ്ഞ പോലെ 2.666 എന്നാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, 2 + 6.6/9 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യും പോലെ 2 × 9 ചെയ്യുക +6 ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 2 × 9 18, 18 + 6 24, 24/9 എന്നായിരിക്കും ആ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം /9 എന്നുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ഡെസിമൽ പോയിന് ശേഷം എല്ലാ റെക്കറിങ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ /9 എന്ന് പറഞ്ഞ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പം 2.666 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, 2 + 0.666 എന്ന് ഡിവൈഡ് ചെയ്ത് എഴുതു. അതിൽ 2 അങ്ങനെ നിലനിർത്തി 0.666 6/9 എന്നാക്കി. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യും പോലെ അഡിഷൻ ചെയ്യും പോലെ ചെയ്യുക. പിന്നെ ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഓരോടത്തും തൊടാതെ ഓടിച്ച് പറഞ്ഞാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒന്ന് നോക്കാം, അറിയാമെന്നുള്ളതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ ഉപകാരപ്പെടും. എന്തെങ്കിലും ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് അറിയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇടാം. ഓക്കെ, താങ്ക് യു.